ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ T4 ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മളെ ലോഫ്റ്റിൽ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ അപ്ഡേഷൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രാവിൻ്റെ പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല ഒട്ടും നേരം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ലോഫ്റ്റിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ ലോഫ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ചുറ്റുഭാഗം മൊത്തമായിട്ട് തന്നെ നെറ്റായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ രാത്രി സമയങ്ങളിലൊക്കെ രാവിലെയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള തണുപ്പൊക്കെ കൂട്ടിലേക്ക് അടുക്കുന്നത് കൊണ്ട് തന്നെ പ്രാവുകളൊക്കെ ഒരു ക്ഷീണത്തിലാണ് കേട്ടോ. പ്രാവുകൾക്കൊക്കെ ഒരു തൂക്കമൊക്കെ കണ്ടുവന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പച്ച ഷീറ്റ് ഇതുപോലത്തെ പച്ച ഷീറ്റ് വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. മൊത്തമായിട്ട് തന്നെ നമ്മൾ ചുറ്റുഭാഗം ഇത് വെച്ച് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചു ഒരു തൂക്കം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ പുതിയ ലോഫ്റ്റിക്ക് ആക്കിയതല്ല, വലിയ വിഷയമൊന്നും വരില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ പലരോടും ചോദിച്ചപ്പോഴൊക്കെ മനസ്സിലായി നമ്മളെ ചുറ്റുഭാഗം നെറ്റായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് അടിക്കുന്നൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പച്ച ഷീറ്റ് നമ്മൾ മൊത്തമായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ, കൂടിൻ്റെ പുറംവശം മൊത്തമായിട്ട് തന്നെ. അപ്പോൾ ഒട്ടുമിക്ക ലോഫ്റ്റിലൊക്കെ ഈ പച്ച ഷീറ്റ് തന്നെയാണ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓവർ തണുപ്പൊക്കെ അടിക്കുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞതൊക്കെ ഇതാണ്, ഈ പച്ച നെറ്റ് കൊണ്ട് അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ തണുപ്പൊന്നും ഉള്ളിലേക്ക് അടിക്കില്ല. അപ്പോൾ പ്രാവിന് പാകത്തൊരു തണുപ്പും അതുപോലെ തന്നെ ഒരു പാകത്തൊരു ചൂടും കാര്യങ്ങളൊക്കെ ഔട്ടാണ്. അപ്പോൾ പ്രാവിന് പറ്റിയ കണ്ടീഷനാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലോഫ്റ്റ് ആക്കി നമ്മൾ പ്രാവിനെ ഇങ്ങോട്ട് ആക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായി പോയി എങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഏകദേശം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരാഴ്ച മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സൈഡ് മൊത്തമായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ മറിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോഫ്റ്റും മുകളിലായപ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ രാത്രിയിലൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് പിന്നെയാണ് കേട്ടോ ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു സൈഡ് മൊത്തമായിട്ട് തന്നെ പച്ച ഈ നെറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് സൈഡും കൂടി ഉണ്ട്. പിന്നെ അവിടെയാണ് കേട്ടോ അടുത്ത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലോഫ്റ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സൈഡും നെറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തണുപ്പ്, പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് നിർബന്ധമായിട്ട് ഇതുപോലെ ഒരു പച്ച ഷീറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തണുപ്പ് അങ്ങനെ അധികം കടക്കാത്ത രൂപത്തിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു തണുപ്പ് സീസണാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നത് ഡിസംബറാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രാവിനും രോഗം വരാനുള്ള ചാൻസൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രാവിനൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഹൈടെക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഡിവോം ചെയ്തെടുക്കുക പ്രാവിനൊക്കെ. എന്നിട്ട് പ്രാവിനൊക്കെ ഒന്ന് ഫിറ്റാക്കി വെക്കട്ടോ. മറ്റേത് പ്രാവ് ഒന്ന് സെറ്റല്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പ്രാവിന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രാവിനൊക്കെ എല്ലാവരും ഒന്ന് ഡിവോമൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് ഫിറ്റാക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഈ തണുപ്പത്തും വലിയ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ലോഫ്റ്റിൻ്റെ രണ്ട് സൈഡിലും ഈ പച്ച ഷീറ്റ് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ച ഷീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊരു നെറ്റ് പോലെ ഒരു വല പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയില്ലെന്ന് അറിയില്ല. ഫ്രണ്ട്സ്, ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളെ ലോഫ്റ്റിൻ്റെ നേരെ മുൻവശമാണ് കേട്ടോ. ഇവിടെ കുറച്ചൊരു ലെങ്ത്തുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടെയും കൂടെയാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകൾ വശം മാത്രമാണ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. താഴെ നമ്മളങ്ങനെ ഒരു ഷട്ടർ മാറി സെറ്റ് ചെയ്യുകയാണ്. കാരണം രാവിലെ ഒരു 8 മണി 10 മണിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് നേരെ പൊന്തിച്ച് കൊടുക്കാനാണ് കേട്ടോ. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇനി നമ്മൾ പറവപ്രാവിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അവരെ നമുക്ക് താഴ്ന്ന് പിടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറവപ്രാവിനാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ സിംഗിൾ കേജിൽ ഇട്ടവരെ മാത്രമാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. മറ്റേ കൂടെ നമുക്ക് അവിടുന്ന് എടുത്താൽ തന്നെ അത് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇനി അത് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ സെറ്റ് ആക്കലൊന്നും നടക്കില്ല കേട്ടോ. അവർക്ക് എന്തായാലും ഒരു പ്ലൈവുഡ് ഇട്ട് നല്ലൊരു അടിപൊളി കൂടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഈ സിംഗിൾ കേജിൽ ഇട്ടുന്നവരെ ഫുള്ള് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് ഈ സിംഗിൾ കേജ് നല്ല സേഫായിട്ട് അവിടെ കിടക്കും. മറ്റേതൊക്കെ നമുക്ക് എന്തായാലും ഇനി പൊളിച്ചിട്ടൊന്ന് പുതിയതായിട്ട് പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക പ്രാവിനൊക്കെ പിടിച്ചിട്ട് നമ്മൾ ബാസ്ക്കറ്റിലേക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ, ഈ സിംഗിൾ കേജ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ കേജിലുണ്ടായിരുന്ന എല്ലാ പ്രാവിനെയും പിടിച്ചിട്ട് നമ്മളൊരു ബാസ്ക്കറ്റിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കേജ് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നമുക്ക് എന്നാലും ഇത് നേരെ മുകളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഈ അറൊക്കെ ഊരിയിട്ട് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രാവിനൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ്. അതിങ്ങനെ ഒരു 10 അറയുള്ളൊരു കൂടാണ്.
പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്കൊരിക്കലും ഈ പറവപ്രാവിനെ നമുക്ക് ഈ നാടൻ പ്രാവിൻ്റെ ഒപ്പമായിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റൂല കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരൊരു വേറൊരു ലോഫ്റ്റിലേക്ക് മാറ്റണം. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോഫ്റ്റിൻ്റെ മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു ആദ്യമൊക്കെ, കഴിഞ്ഞ വീഡിയോയൊക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കാം, നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു അറകളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അത് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഈ ഒരു സൈഡിലേക്കായിട്ട് മാറ്റിയിട്ടാണ്. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഉച്ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ വാർപ്പ് ചൂടായിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഹോളിലേക്ക് നല്ലധികം ചൂടൊക്കെ കിടക്കാറുണ്ട്. അപ്പോൾ പ്രാവിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ കണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് അറകളൊക്കെ എടുത്തിട്ട് നേരെ ഈ സൈഡിലേക്കാക്കി മാറ്റിയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അറകളൊക്കെ പഴയപോലെ തന്നെ പെട്ടെന്ന് പിടിച്ചെടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഇപ്പോൾ 10 പ്രാവോളം പെല്ലിക്കോലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പോൾ അവരൊക്കെ എഗെയിൻ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൊല്ലും കൊമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൂട്ടിലായിട്ട് സെറ്റ് ചെയ്യലാണ് കേട്ടോ. മറ്റേത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പുറത്തേക്കൊക്കെ പോയി മുറ്റത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറേ ഇല്ലിക്കോലും കാര്യങ്ങളൊക്കെ അവർ കൂട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കുറച്ച് ഇല്ലിക്കോലൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ നിലത്തായിട്ട് വെക്കലാണ്. അപ്പോൾ അവർ തന്നെ എടുത്ത് കൊണ്ടുപോകും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ഇല്ലിക്കോലും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഇവർക്ക് തിന്നാൻ കൊടുക്കുന്ന ആ പാത്രത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അവരിപ്പോൾ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഇവിടെയുള്ള സകല തൂവലും കാര്യങ്ങളൊക്കെ അവർ കൂട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇല്ലിക്കോലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരങ്ങനെ എടുത്ത് കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ അത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി എടുത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ അവരൊക്കെ എഗ്ഗിങ്ങനെ ആയതാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് നേരെ കൂട്ടിലേക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ. പക്ഷെ അവർക്ക് എപ്പോഴും ഇഷ്ടം ഇതേമാതിരി അവർ തന്നെ കൊണ്ടുപോയി വെക്കുന്നതാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കുറേ അങ്ങോട്ട് ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കൊണ്ടുപോയി സെറ്റാക്കുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറവപ്രാവിനെ ഈ കൂട് നേരെ നമ്മൾ ആദ്യം ഈ ലോഫ്റ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വേറൊരു ലോഫ്റ്റ് കൂടി ഉണ്ട്. അവിടെ നമ്മൾ ഈ കൂടും കാര്യങ്ങളൊക്കെ സെറ്റാക്കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറവപ്രാവിൻ്റെ മറ്റേ ബ്രീഡിങ് സെറ്റിനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ലോഫ്റ്റിലേക്ക് മാറ്റും. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലോഫ്റ്റ് നേരെ അങ്ങോട്ട് മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നേരെ കൂട്ടിലേക്ക് കൊണ്ടുപോയി കണ്ടിട്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എഗ്ഗിങ്ങനെ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിപ്പോൾ അടുത്ത ദിവസം മോർണിംഗിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് 4 പ്രാവിനൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറവാക്കേജ് കുറച്ചും കൂടി ഒരു ഇഷ്ടികൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാവുകളൊക്കെ ഗോതമ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രാവുകളെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. നമ്മൾ ഈ പച്ച ഷീറ്റ് നമ്മൾ വെച്ചപ്പോൾ തന്നെ തണുപ്പും കാര്യങ്ങളൊന്നും പിന്നെ കിടക്കാതായപ്പോൾ തന്നെ അവർ റിക്കവർ ആയിട്ട് വന്നിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ തൂക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മരുന്ന് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുത്തിരുന്നു. അപ്പോൾ അത് കണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രാവുകളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മറ്റേത് നമ്മൾ രാത്രി സമയങ്ങളിൽ നമ്മൾ പറവപ്രാവിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഇപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അവരും നല്ല രീതിയിൽ തന്നെ നല്ല ആക്റ്റീവാണ് എപ്പോഴും. അപ്പോൾ കുറച്ച് പേഴ്സൊക്കെ ഇപ്പോൾ എഗ്ഗിങ്ങനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ കുറച്ച് പ്രാവുകളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്നാലും നേരെ വെള്ളം കഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒട്ടുമിക്ക പ്രാവുകളൊക്കെ ഇപ്പോൾ മണ്ടമുഖത്താണ് കേട്ടോ. അവർ എഗ്ഗിങ്ങിനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പുതുതായിട്ട് ഈ ലോഫ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ബേഡ്സൊക്കെ പുതുതായിട്ട് പെയറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ താഴെ വെച്ചിട്ടുള്ള എല്ലാ അറയും നമ്മൾ ഇവിടുന്ന് മാറ്റും കേട്ടോ. അത് നമ്മൾ എടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ അറകളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആ സൈഡിൽ ചെയ്ത മാതിരി തന്നെ കേട്ടോ. അത് നമ്മൾ ഇപ്പോൾ അതിലൊക്കെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മൾ നേരെ അവിടെ ചെയ്ത മാതിരി തന്നെ നമ്മൾ ഈ സൈഡിലായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അവർക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അവർക്ക് എപ്പോഴും മുകളിൽ ഇങ്ങനെ അറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അവരവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് പ്രാവുകളൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട്
കുട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മളെ പറവപ്രാവ് കൊടുത്തന്നുണ്ട്, അവരിപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്നാൽ എത്രയും പെട്ടെന്ന് ഈ കൂട് ഇവിടുന്ന് വേറൊരു ലോകത്തിലേക്ക് മാറ്റണം. അത് നമ്മൾ ബ്രീഡിംഗ് സെറ്റിനൊക്കെ കൊണ്ടുവരുന്ന ആ ടൈമിലാട്ടോ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് വിടുന്ന നേരത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അറകൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ബേർഡ്സൊക്കെ എഗ്ഗ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വലിയ തണുപ്പിൻ്റെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ മറച്ചിട്ട് കേട്ടോ, അവിടെ നിന്ന് വല്ല തണുപ്പും കാറ്റൊന്നും വരില്ല. നമ്മൾ ബാക്കി 3 വലിയ സൈഡ് നമ്മൾ മറച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലോഫ്റ്റിലായിട്ടാണ് കേട്ടോ നമ്മൾ പറവപ്രാവിനെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇനി ബ്രീഡിംഗ് സെറ്റിൻ്റെ കേജും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണം. അതിന് ശേഷം നമ്മൾ ഈ സിംഗിൾ കേജ് നേരെ അങ്ങോട്ട് മാറ്റി വിട്ടാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പോലത്തെ പ്ലാന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊത്തമായിട്ട് നമ്മൾ നാടൻ പ്രാവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫാൻസിനൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഈ മുഗി പേര് എഗ് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതിപ്പോൾ എഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 എഗ്ഗും ചെയ്തിട്ടുണ്ട്, റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ഈ എഗ്ഗ് 2 ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നിലവിൽ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇപ്പോൾ പ്രാവളൊക്കെ ഇപ്പോൾ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഏകദേശം ഒരു ടൈം ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരെ ഈ മുൻപിലുള്ള ഈ ഷട്ടർമാർ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു, അത് അങ്ങോട്ട് പൊന്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ മറ്റേ 2 സൈഡും ഫുള്ളായിട്ട് തന്നെ നമ്മൾ കെട്ടമ്പിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഇവർക്ക് രാവിലെ ടൈമിലൊക്കെ നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഓവർ തണുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ താത്തി കൊടുത്താൽ മതിട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റ് ടൈമിൽ ഫുള്ള് താത്തി വെക്കും. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു രാവിലെ ഒരു 8 മണിയൊക്കെ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ പൊന്തിക്ക് വെച്ച് വെക്കും കേട്ടോ. ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവിനെ ഇപ്പോൾ ഏകദേശം ഈ പുതിയ ലോഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വിട്ടിട്ട് കേട്ടോ പ്രാവിനെ. അപ്പോൾ നമ്മൾ ഈ പുതിയ ലോഫ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടെ തന്നെ ഇപ്പോൾ അവർക്ക് ഇങ്ങനെ വിട്ട മാറാണ് കേട്ടോ. എന്നാലും നമ്മൾ അവരെ പുറത്തേക്ക് വിടുന്ന വേറൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ഈ നെറ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഡോറ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ സാധാ മാതിരി നമ്മൾ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ വിടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എന്താ പറവപ്രാവിൻ്റെ വീഡിയോസ് ഇടാത്ത, ഇപ്പോൾ എന്താ പറവനെ പറത്താത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കാരണം ഇപ്പോൾ നല്ല രീതിയിലുള്ള കത്തിരിമ്പൻ്റെ ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രാവിനെ പറത്താത്തത്. ഇപ്പോൾ സീസൺ അല്ല കേട്ടോ ശരിക്കും. ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക എല്ലാ കുഞ്ഞന്മാരും നമ്മളിപ്പോൾ ജർഗൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജർഗ് കട്ട് ചെയ്യാത്തൊരു 2 പ്രാവുകളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറപ്പിച്ച് ഇന്നത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് പറപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ പറപ്പിച്ചിട്ട് കുറേ ആയി. നമ്മളെ ജർഗ് കട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഭർത്താനുണ്ട് കഴിഞ്ഞിട്ട് നേരെ കട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവ് ആകെ മാറിയിട്ടാ, ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാല് നോക്കുന്ന ടൈമിൽ ഫുള്ള് ഒരേ നിറത്തിലാണ് കേട്ടോ വാലൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ പറക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജർഗ് കട്ട് ചെയ്യാതെ ഒരു സബ്ജയും കൂടി ഉണ്ട് കേട്ടോ. അതിനും കൂടി ഇന്നത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് നേരാണ്ട് ജർഗ് കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ കൂട് തുറക്കുന്ന അടിയിൽ കൂടി കുറച്ച് ആൾക്കാർ ചാടിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇനി കൂട്ടിക്ക് ആക്കണം. അപ്പോൾ ഇതിനിപ്പോൾ ചെറുക്കുണ്ട് കേട്ടോ. അപ്പോൾ വിടാത്തത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, നല്ല രീതിയിലുള്ള കത്തിരിമ്പൻ്റെ ശല്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിടാത്തത്. വെറുതെ പ്രാവിനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ പുറത്തെ ചാടി എല്ലാവരും ഇപ്പോൾ കുടിച്ചിട്ട് നേരെ കൂട്ടിക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവർക്ക് വെട്ട് കാണിച്ചിറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ബാസ്ക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോവാം. നമ്മളിവിടെ അധികം നേരം ഒന്നും പുറത്തുതന്നെ കേട്ടോ, പെട്ടെന്ന് ഇറക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിട്ടിട്ട് ഇപ്പോൾ കുറച്ച് അയക്കണം കേട്ടോ, കുറച്ച് കുറവായി. നമ്മൾ ഈ സീസൺ കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ കത്തിരിമ്പൻ്റെ ശല്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ശേഷം വിട്ടിട്ടില്ല. അപ്പോൾ കുറേ ഫ്രണ്ട്സ് ചോദിച്ചുകൊണ്ട് നമ്മൾ വിടുകയാണ്.
ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ള ക്യാറ്റിനെ നമ്മൾ മൊത്തമായിട്ട് തന്നെ അടിക്ക് തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്യാറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ കിറ്റൻസിനെ മൊത്തമായിട്ട് തന്നെ നമ്മൾ അടിക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് നേരെ അടിക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ഈ ലാഡർമ കയറി ഇരിക്കുകയാണ് കേട്ടോ ആള്. അപ്പോൾ അടിയിലൊന്ന് കൂട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ ഈ തള്ളപ്പൂച്ചനെ നമ്മൾ ഇവിടെ തന്നെ ആക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ തള്ളപ്പൂച്ചനെ നേരെ അടിക്ക് കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് എന്നാൽ ഈ ഡോർ അടച്ചിട്ടില്ലായിരുന്നു, നമുക്കത് അടക്കട്ടോ. ഇപ്പം നമുക്ക് എന്നാൽ നേരെ പ്രാവിനൊക്കെ ഹവായിക്കൂട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ മുകളിലെത്തിയിട്ടുണ്ട്. നമുക്ക് എന്നാൽ പ്രാവിനെ നേരെ കൂട്ടിലേക്ക് ആക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പറത്തുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് പെട്ടെന്ന് പറത്തിയിട്ട് നേരെ ഇറക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറത്തിയിട്ട് ഇപ്പോൾ കുറച്ച് അയക്കണേ. അപ്പോൾ പറത്തിയിട്ട് പെട്ടെന്ന് ഇറക്കണം എന്നാണ് പ്ലാൻ. നമുക്ക് പ്രാവിനെയൊക്കെ നേരെ ഹവായിക്കൂട്ടിലേക്ക് വെക്കാം. അപ്പം നമ്മൾ ഇവരാണ് കേട്ടോ അന്ന് പറത്താൻ വേണ്ടി പോകുന്നത്. ഈ വെള്ളേനെയും പിന്നെ അതുപോലെ തന്നെ ആ സബ്ജനെയാണ് കേട്ടോ. നമ്മൾ ആ ജാക്കിനെ വെറുതെ ഒരു വെട്ടുപ്രാവായിട്ട് കൊടുത്തതാണ്. എന്തായാലും ഒരു 5 മിനിറ്റ് അവിടെ ഇങ്ങനെ സെറ്റ് ആവട്ടെ കേട്ടോ ആള്. അവരൊന്ന് ഇവിടെ ഒക്കെ കണ്ടിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഒരു ആകാശമൊക്കെ കണ്ടപ്പോൾ പറക്കണം എന്നുള്ളൊരു സെറ്റപ്പിലാണ് കേട്ടോ ആൾക്കാർ. ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ഒക്കെ നമ്മൾ ഹവായിക്കൂട്ടിലേക്ക് വെച്ചൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നാൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ആ വെട്ടുപ്രാവിനെ ആ കൂട്ടിൽ നിന്ന് മാറ്റട്ടോ. അപ്പോൾ അവരിപ്പോൾ പറക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് എന്നാലും നേരെ എടുത്ത് വിടട്ടോ. അപ്പോൾ ഇപ്പോൾ വലിയ കത്തിരിമലും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് നേരെ പറത്തി വിടട്ടോ എന്തായാലും. ഇതൊക്കെ ഇപ്പോൾ നല്ല പറവായിരിക്കണം കേട്ടോ ഈ വൈറ്റ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഈ പ്രാവിൻ്റെ ഫസ്റ്റ് വിടൽ ഇങ്ങനെ ലെവലായിട്ട് വരുന്നുള്ളായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കയറി പറക്കൽ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 4 സബ്ജനെയും കൂടി പിടിച്ചിട്ട് നേരെ പറത്താം. അപ്പോൾ അവരെ വിട്ടിട്ടിപ്പോൾ കുറച്ചായി, നമുക്ക് എന്തായാലും പറത്തി വിടട്ടോ നേരെ. നമ്മൾ ജർഗ് എന്തെങ്കിലും മടങ്ങി കിടക്കണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. അപ്പം നമുക്ക് എന്നാൽ നേരെ അങ്ങോട്ട് എറിഞ്ഞു വിടട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ പ്രാവിനെ വിട്ടിട്ടുണ്ട് കേട്ടോ. അവരിപ്പോൾ അങ്ങനെ പറന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല കാലാവസ്ഥയാണ് കേട്ടോ. പ്രാവ് നല്ല ഫോമിൽ നല്ല അടിച്ചു പൊന്തുന്നുണ്ട് കേട്ടോ. പ്രാവ് കയറി പറക്കുന്നുണ്ട്. ഒരു പാകത്തെ വെയിലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ. നല്ല ഫോമിലാണ്. അപ്പം നമ്മൾ വെട്ടുപ്രാവിനെ നേരെ ഈ ബാസ്ക്കറ്റിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കിടിലൻ പ്രാവാണ് കേട്ടോ. നമ്മൾ ഇതിനെ ചെറുപ്പത്തിൽ തന്നെ ജർഗ് കട്ട് ചെയ്ത് വെച്ചായിരുന്നു, അതിനെ നമ്മൾ പറത്തിയിട്ടില്ല കേട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ പ്രാവുകൾ ഇവിടെ ഇങ്ങനെ കയറി പറക്കുന്നുണ്ട്. നല്ല ഫോമിലാണ് രണ്ടും. അവരെ കുറച്ചൊക്കെ ആയി വിട്ടിട്ട്, ഇപ്പോൾ വിട്ടപ്പോൾ നല്ല രീതിയിലാണ് കയറി പറന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ പറക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ പൂച്ച നേരെ സീറ്റിൻ്റെ മേലേക്ക് കയറി വന്നതാണ് കേട്ടോ. നമ്മൾ കയറിയപ്പോൾ ആ ഡോറിൻ്റെ വഴി നേരെ കയറി വന്നാണ് ആൾ ആ ലാഡർമ കയറിയിട്ട് നേരെ ഈ റാക്കുമ്മക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് നേരെ ചാടിയാണ്.
നമ്മൾ നേരെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ക്യാറ്റിനെ. അതിനിപ്പോൾ തന്നെ നമ്മൾ നേരെ അടിക്ക് കൊണ്ടുപോകും കേട്ടോ. നമ്മൾ കിറ്റൺസിന് അതിൻ്റെ കിറ്റൺസ് ഉണ്ടായിരുന്നു 3 അതിനൊക്കെ നേരെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേറെ ഒരു കേജ് സെറ്റപ്പ് ആക്കിയാണ് അടിയിൽ, അതിന് നേരെ ആണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പ്രാവ് അവിടെ അങ്ങനെ കയറി പറക്കുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കത്തിരുമ്പനാണ് എന്തോന്ന് അറിയില്ല, ഒരു കൂട്ടം അങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ കുറേ. അപ്പോൾ അവരെ കണ്ടിട്ട് പ്രാവ് ഇപ്പോൾ ആകെ പേടിച്ചിരിക്കണ്. ഈ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പ്രാവിനെ വിടാത്തത് ഈ ടൈമിൽ. അപ്പോൾ അവരൊക്കെ കണ്ടാൽ പ്രാവ് നല്ല രീതിയിൽ തന്നെ പേടിക്കൂട്ടാ. അത് കണ്ടിട്ട് പരുന്തിൻ്റെ ഒരു പോലൊക്കെ ഉണ്ട്, പരുന്താവും മിക്കവാറും. അവരൊരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ പ്രാവ് ഇവിടെ അങ്ങനെ ആയിട്ട് പേടിച്ചിട്ട് ഈ ഒരു സൈഡിലാണ് കേട്ടോ പറക്കുന്നത്. അപ്പോൾ ആ സൈഡിലേക്ക് അങ്ങനെ പോയി വെക്കണമെന്ന് കേട്ടോ. ഇവിടെ അങ്ങനെ ആയിട്ട് പറക്കുന്നുണ്ട്. പ്രാവ് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പറക്കുന്നുണ്ട്. ഫ്രണ്ട്സ് നമ്മൾ പ്രാവിനെ എന്തായാലും ഇറക്കണം കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ വിടുന്നില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് വിടാത്ത ഈ ടൈമിൽ. ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിലുള്ള കത്തിരിമന്ന ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ പ്രാവിനെ ഇറക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടുപ്രാവിനെ ഇപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രാവ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ വിടാത്ത കേട്ടോ. നല്ല രീതിയിലുള്ള കത്തിരിമൻ്റെ ശല്യം ഉണ്ട്. നമുക്ക് എന്തായാലും പ്രാവ് മിസ്സാവുന്ന ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ പ്രാവിനൊക്കെ. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പ്രാവും നല്ല പേടിക്കും ചെയ്യും. വേറെ എവിടെയെങ്കിലൊക്കെ മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞന്മാരൊക്കെ പറത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഇവർക്കൊക്കെ പെട്ടെന്ന് ഈസിയായിട്ട് തന്നെ ഈ കത്തിരിമനക്കൊക്കെ പിടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ 2 പ്രാവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് ഇനിയും പറക്കണം തന്നെയാണ്. ഇപ്പോൾ നമ്മളെ വയറ്റിനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ ആളെ നമ്മൾ കുറേ റെസ്റ്റ് കൊടുത്താണ് പെട്ടെന്ന് വിട്ടപ്പോഴാണത്. നമ്മൾ ആ വായിക്കൂട്ടിലൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കിതപ്പും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കണ്ട് മാറ്റി ഒന്ന് ലെവലായി കഴിഞ്ഞാൽ പ്രാവ് കൊണ്ട് സെറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രാവിനെ ഒക്കെ പിടിച്ചിട്ട് നേരെ ഹവായിക്കൂട്ടിലാക്കിയിട്ട് നമുക്ക് നേരെ പോകട്ടോ അവിടുന്ന്. അപ്പോൾ ഇവർ പറക്കണ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അവരിങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ പറക്കുകയാണ്. പരുന്തിനൊക്കെ പോലെ തന്നെ കേട്ടോ, പരുന്തിനാണ് തോന്നുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നല്ല പ്രാവിനൊക്കെ നേരെ ഹവായിക്കൂട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് നേരെ താഴേക്ക് പോകട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ചോദിക്കാവുന്നതാണ്. നമ്മൾ വോയിസ് ആയിട്ട് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.